വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സാറിൻ്റെ ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഗെറ്റിംഗ് മോട്ടിവേറ്റഡ്. സാറിന് ഇത്രയും ധൈര്യം വരുന്നത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണോ? ഈ തെറി കേൾക്കുക, തല്ലുകൊള്ളുക, ഇങ്ങനെയുള്ള കാര്യത്തിന് ഇൻഷുറൻസ് കവറേജ് കിട്ടുമോ? അതുണ്ടായിരുന്ന ഞാനൊരു 2 പോളിസിയൊക്കെ എടുത്തു വെച്ചേനെ. കാരണം നമ്മൾ ധൈര്യപൂർവ്വം ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഈ 27 വർഷമായി ഒരാളെയും കൂസാതെ, ഒരാളുടെ സൗജന്യമൊന്നും വാങ്ങാതെ, ആരുടെയും പരസ്യം പോലും പുറകെ നടന്ന് മേടിക്കാതെ ഒരു ലോകയാത്ര നടത്തി, അത് പഠിച്ച് ഗവേഷണം നടത്തി, ഏറ്റവും ആധികാരികമായി ഒരു കമ്മിറ്റ്മെന്റായി അത് ടെലിവിഷൻ ചാനലുകൾ, ഏഷ്യാനെറ്റിൽ ആദ്യകാലത്ത്, പിന്നീട് സ്വന്തം ടെലിവിഷൻ ചാനലിൽ പരിപാടി ചെയ്യുകയും അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറയുകയും ലോകം എന്താണെന്ന് നമ്മളെ കൊണ്ട് അറിയാവുന്ന മട്ടിൽ പരമാവധി ശ്രമിച്ച് പഠിക്കുകയും ചെയ്ത ഒരാൾക്ക് അത് ഉറച്ചു പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ് ഞാനത് പലപ്പോഴും തുറന്നു പറയുന്നത്. അത് നമുക്ക് തർക്കിച്ചു കളയാൻ സമയമില്ല. ഞാൻ നടത്തുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഡിബേറ്റ്സ് അല്ല. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് വിഷ്വൽ സപ്പോർട്ടോടുകൂടി, ആധികാരികമായ രേഖകളോടുകൂടി, ചരിത്ര പശ്ചാത്തലത്തോടുകൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ്. ആ ചരിത്രം തെറ്റാണെങ്കിൽ, ആ വിഷ്വൽ തെറ്റാണെങ്കിൽ അത് വെച്ച് ചലഞ്ച് ചെയ്യണം. നിങ്ങൾ ഈ കാണിച്ച ദൃശ്യം തെറ്റാണ്, നിങ്ങൾ അമേരിക്കയിലെ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ ദൃശ്യം അമേരിക്കയിലേതല്ല എന്ന് നിങ്ങൾ ചലഞ്ച് ചെയ്യണം. നിങ്ങൾ അമേരിക്കയുടെ ചരിത്രം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന ചരിത്രം ഇതാണ് ആധികാരിക രേഖ, ഇത് തെറ്റാണെന്ന് ചലഞ്ച് ചെയ്യണം. അതാണ് വെല്ലുവിളി. അല്ലാതെ ഉത്തരം മുട്ടുമ്പോൾ തെറി വിളിക്കുന്നതല്ല വെല്ലുവിളി. അതിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ ആധികാരിക രേഖകളുണ്ടെങ്കിൽ, നിങ്ങൾ നേരിട്ട് കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും. നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും. നിങ്ങൾക്കറിയാം ആരെയൊക്കെയാണ് ആദിമകാലം മുതൽ ക്രൂശിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞവരെയാ. അതിന് നമ്മൾ കുറച്ച് തയ്യാറാവണം. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ പിന്നാലെ 10,000 പോകുന്ന കാഴ്ച നമുക്ക് കാണാം. ഞാനിപ്പോൾ അത് അനുഭവിക്കുകയാണ്. നിങ്ങൾ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയെങ്കിൽ, ഇത്തരത്തിൽ 100 കണക്കിന് സ്റ്റേജുകളിലേക്ക് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ, ചെറുപ്പക്കാർ ഓരോരുത്തരും എന്നെ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പരിണാമം കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.